Okay, good afternoon to all. Yes, unmute your mic. Okay. Good afternoon. Good afternoon, ma'am. Good afternoon. Yes. Okay. Yeah. How are you all? Fine. എന്താണ് എന്ത് പറ്റി എല്ലാരും ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ ആ ക്ലാസ്സിലുണ്ടോ പറയൂ എന്തുകൊണ്ട് മിണ്ടുന്നില്ല ബോറടിച്ചിരിക്കുകയാണോ ഇല്ല ഓരോരുത്തരായും റെസ്റ്റ് ആവുന്ന തിരക്കിലാണ് Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ ഷൈനി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കണോ മാമിന് സുഖല്ലേ പിന്നെന്താണ് ബോറിംഗ് ഒന്നുമില്ലല്ലോ ആക്റ്റീവ് എല്ലാവരും Yes, ma'am. നിങ്ങൾക്ക് ഇത്രയും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇംഗ്ലീഷ് ക്ലാസ് ആവുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് പഠിക്കാനൊന്നുമില്ല എക്സാമിനൊന്നുമില്ല ശരിയല്ലേ കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിരുന്ന ക്ലാസ്സിൽ ഇരിക്കാറോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് ടെൻഷൻ അല്ല ഭയങ്കര സൈലന്റ് അടിക്കുന്നത് എന്തിനാ പറയൂ ഇനിയിപ്പോ കോഴ്സ് തീരാൻ അധികം മാസങ്ങളൊന്നുമില്ല അല്ലെ ക്ലാസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആണോ എന്താണ് ഞാനായിരുന്നു വർത്തമാനം പറയുന്നത് ബാക്കി ആരും മിണ്ടുന്നില്ല ആ സോ എന്താണ് ഒന്നുമില്ല ഒന്നും പറയാനല്ലോ ഓക്കെ നമുക്ക് നോട്ട് ചെയ്താം എവിടെ വരെ എഴുതിയെന്ന് പറയോ ഐ വാണ്ട് ടു ടോക്ക് ടു യു ആണോ എഴുതിയത് ഐ വാണ്ട് ടു ടോക്ക് ടു യു ലാസ്റ്റ് എഴുതിയ ഡേറ്റ് സോ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ യെസ് എഴുതിക്കോളൂ in a way you are right in a way you are right anyway let's try our best Somewhat mean let's go. Somewhat mean let's go. I'm afraid we are late. I'm afraid we are late. Be practical, be sensible. Be reasonable. Be optimistic. Be optimistic. Be confident. Don't be disappointed. Don't be disappointed. Don't be cheap. Don't be cheap.
Don't be greedy. Don't be greedy. Please keep me informed. Please keep me informed. Don't misunderstand me. You are mistaken. You are mistaken. It's none of your business. It's none of your honor. It's none of your business. Mind your own business. Mind your own business. Don't interfere in my personal matters. Don't interfere in my personal matters. And your words. Pull down, please. Take time. Don't lose your head. Not up to my expectation. Not up to the mark. Not up to the mark. Don't feel bad about me. Don't exaggerate. I suppose it could rain. I suppose it could rain. What do you prefer? I'm not particular about it. I'm not, Tane. Sorry, I'm not particular about it. I'm not particular about it. That's a pleasant surprise. That's a pleasant surprise.
my pleasure. It's my pleasure. I'm blessed with it. I'm blessed with it. You can select anything you like. You can select anything you like. I feel excited. I feel excited. Observe what's going on here. Arrange it the day after tomorrow. It's a bomb here. Don't pass any comment. Is it essential? Is it essential? Okay, clear. Yes, please wait a second. Okay, so എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? മലയാളം പറയാം നമുക്ക്. മീനിങ് വേണ്ടേ? Yes. Yes. Okay. So you can write the meaning. In a way, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Okay. In a way, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Okay, ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. In a way, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. Okay, next. Anyway, let's try our best. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം എന്നാണ്. Anyway, let's try our best. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം.
Okay. Then come what may, let's go. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. Come what may, let's go. വരുന്നത് വരട്ടെ നമുക്ക് പോകാം. വരുന്നത് വരട്ടെ നമുക്ക് പോകാം എന്നാണ്. Next, I'm afraid we are late. അയ്യോ നമ്മൾ നേരം വൈകിയിരിക്കുകയാണ്. നമ്മൾ നേരം വൈകി അല്ലെ? I'm afraid we are late. അയ്യോ നമ്മൾ ലേറ്റ് ആയി എന്നാണ്. ലേറ്റ് ആയിരിക്കുകയാണ് എന്നൊരു മീനിങ് തരാണ് കേട്ടോ. നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ്. Then be practical. അറിയാലോ പ്രാക്ടിക്കൽ ആയിട്ടോ പ്രാവർത്തികമായി ചിന്തിക്കുക എന്നാണ്. Be practical. Then be reasonable. വിവേകത്തോടു കൂടി ചിന്തിക്കുക. Be practical എന്താണ്? പ്രാവർത്തികമായി ചിന്തിക്കുക. Be reasonable. വിവേകത്തോടു കൂടി ചിന്തിക്കുക. അല്ല സെൻസിബിൾ ആണ്. Be sensible ആണ് വിവേകത്തോടു കൂടി ചിന്തിക്കുക എന്ന് പറയുന്നത്. Be reasonable ന്യായപരമായി ചിന്തിക്കുക എന്നാണ്. ന്യായമായി ചിന്തിക്കുക. Be reasonable. Okay. Be practical പ്രാവർത്തികമായി ചിന്തിക്കുക. Be sensible വിവേകത്തോടു കൂടി ചിന്തിക്കുക. Be reasonable ന്യായപരമായി ചിന്തിക്കുക. Be optimist ശുഭാപ്തി വിശ്വാസമുള്ള ആളായി ഇരിക്കുക. Be optimistic എന്താണ് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിട്ട് ഇരിക്കുക നമ്മൾ പറയുന്നത്. അങ്ങനെ പറയാം. Be optimistic. Then be confident ആത്മവിശ്വാസമുള്ള ഒരാളായി ഇരിക്കുക. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്ന് പറയാം. Be confident. Okay. Okay. ഇതുവരെ ഓക്കെ ആണോ? കഴിഞ്ഞോ? മാം. ഇല്ല, ഞാൻ ഇപ്പോഴേ വന്നത്. ഓക്കെ. ടോം ഇപ്പോഴാണ് കയറിയെങ്കിൽ ഒന്നും ഫിനിഷ് ചെയ്യാനില്ല. ഞങ്ങൾ ഒരുപാട് നോട്ട്സ് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. നോക്കി എഴുതിക്കോളോ? No, madam, I will catch up from the recorded class. മനസ്സിലാവോ? ഞാനെല്ലാം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായിരുന്നെങ്കിലോ? എഴുതുന്നുണ്ടോ? No, madam. മടിയാണ് അല്ലെ? No, I am not in my home. Okay, Tom. Then അപ്പൊ be confident വരെ എഴുതി. Next, don't be disappointed. നിരാശപ്പെടരുത്. Don't be disappointed. നിരാശപ്പെടരുത്. Okay. നിരാശപ്പെടരുത്. Then don't be cheap. തരം താഴരുത്. Don't be cheap. Cheap ആകരുത് എന്ന് പറയുന്നത്. അതെ, തരം താഴരുത്. Then don't be greedy. Greedy means ആർത്തി എന്നാണ് കേട്ടോ. ആർത്തി പാടില്ല എന്ന് പറയുന്നുണ്ട്. മക്കളെ പാടില്ല, ആർത്തി പാടില്ല എന്ന് പറയുന്നത് അതാണ് കേട്ടോ. Don't be greedy. ആർത്തി പാടില്ല എന്നാണ്. അങ്ങനെ അതൊന്നുകൂടെ പറയോ? എന്താ പറഞ്ഞേ? Don't be greedy. Don't be greedy. ഗ്രീൻ. Greedy, greedy. GREEDY. ഓക്കെ. മീനിങ് ഒന്നുകൂടി പറയാമോ? ആർത്തി പാടില്ല. Okay. Then next, please keep me informed. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. Please keep me informed. Please keep me informed. കാര്യങ്ങൾ എന്നെ എപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുക. Okay. Then don't misunderstand me. അറിയാലോ, എന്നെ തെറ്റിദ്ധരിക്കരുത്. Don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. Then
It's none of your business. ഇത് നീ ഇടപെടേണ്ട കാര്യമില്ല. It's none of your business. ഇത് നീ ഇടപെടേണ്ട കാര്യമില്ല. It's none of your business. അതറിയാവുന്നതാണല്ലോ. പ്രത്യേകിച്ച് മലയാളം കേൾക്കി കുഴപ്പമില്ലല്ലോ. അല്ലേ? Yes. The next one. Mind your own business. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. Mind your own business. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. Mind your own business. Okay? നിന്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുക അല്ലേ? So, നിന്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുക അങ്ങനെയും പറയത്തില്ല. mind your own business. Then don't interfere in my personal matters. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്റെ സ്വകാര്യ കാര്യങ്ങൾ ഇടപെടരുത്. Don't interfere in my personal matters. Mind your words. അറിയാലോ, mind your words. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. Mind your words. Then take time. സമയം എടുത്തോളൂ. സമയം എടുത്തോളൂ. Take your own time എന്ന് പറയും. അത് തന്നെയാണ് take time. Then don't lose your heart. ഞാൻ അയച്ച വേർഡ് വ്യത്യാസമുണ്ട് കേട്ടോ. സ്പെല്ലിങ് തോന്നുന്നു. ഹേർട്ട് ചെയ്യുക എന്നൊരു മീനിങ്ങിലാണ് ഞാൻ അയച്ചിരിക്കുന്നത് തോന്നുന്നു. യെസ്, ഹേർട്ട്. ഈ ഹേർട്ട് അറിയാട്ടോ, HEART ആണ്, ഹൃദയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വേദനിപ്പിക്കുക, ഹേർട്ട് ചെയ്യുക എന്നൊരു മീനിങ് ആയി. ഓക്കെ, ഡോണ്ട് ലോസ് യുവർ ഹേർട്ട്. ഹൃദയമാണ് HEART. ആ സ്പെല്ലിംഗ് ആണ് കേട്ടോ. Don't lose your heart. മനസ്സ് വിഷമിപ്പിക്കരുത്. വിഷമിക്കരുത് എന്നാണ്. മനസ്സ് വിഷമിക്കരുത്. Don't lose your heart. Then not up to my expectation. എന്റെ പ്രതീക്ഷയ്ക്ക് ഇത് ആയില്ല. Not up to my expectation. Okay. Then not up to the mark. ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ല. Not up to my mark. ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ല. Okay. Then don't feel bad about me. എന്നോട് എന്നോട് അങ്ങനെ ബാഡ് ആയിട്ടൊന്നും തോന്നില്ല. ലൗക്യമൊന്നും തോന്നരുത്. ആയാലും നമുക്ക് don't feel about me. Don't feel bad about me. ഉദ്ദേശിച്ച മീനിങ് പറയുന്നത്. Then don't exaggerate. പെരുപ്പിച്ച് പറയരുത്. Don't exaggerate. പെരുപ്പിച്ച് പറയരുത്. Okay. അതൊന്നും കൂടി പറഞ്ഞു. Don't exaggerate. നമ്മൾ ഒരുപാട് അങ്ങനെ പെരുപ്പിച്ച് പറയില്ല ഒരു കാര്യം. ഒരുപാട് അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പെരുപ്പിച്ച് പറയുന്നത് പറയില്ല. ആ ഒരു മീനിങ് ആണ്. അത് ഇപ്പൊ ഞാൻ പറയുന്ന മലയാളം ആകില്ല, ഓരോരുത്തരുടെയും സ്ഥലങ്ങളിൽ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ കട്ടാത്തത്. ഓക്കെ. Then next, I suppose it could rain. എനിക്ക് തോന്നുന്നു മഴ പെയ്തേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ പെയ്തേക്കുമെന്നാണ്, മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. I suppose it could rain. മഴ പെയ്തേക്കും എന്നാണ് തോന്നുന്നത്. Then what do you prefer? നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? What do you prefer? Prefer means താല്പര്യപ്പെടുന്നത് എന്നൊരു മീനിങ് ആണ്. What do you prefer? What do you prefer?
Then I'm not particular about it. I'm not particular about it. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm not particular about it. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm not particular about it. Yes. The next one. That's a pleasant surprise. പ്രത്യേകിച്ച് എന്താ മലയാളം വരാ ഒന്നും വേണ്ടല്ലോ. വളരെ സന്തോഷകരമായ ഒരു സർപ്രൈസ് ആയിരുന്നു എന്നറിയാലോ. ആണ്. It's a pleasant surprise. Yeah. Then it's my pleasure. ഇതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. It's my pleasure. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ എങ്ങനെയും മലയാളം പറയാം. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അറിയാലോ അല്ലെ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ മീനിങ് അറിഞ്ഞിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ അറിയാം. ഓക്കെ. Then I'm blessed with it. ഞാനിതിൽ സന്തുഷ്ടനാണ്. I'm blessed with it. ഞാനിതിൽ സന്തുഷ്ടനാണ്. ഓക്കെ, I'm blessed with it. I'm blessed with it. ഞാനിതിൽ സന്തുഷ്ടനാണ്. You can select anything you like. നിനക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. You can select anything you like. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ടോം ഇവിടെ പറഞ്ഞാണോ? ഇല്ല ഇല്ല ഇല്ല, അവിടെ പറഞ്ഞില്ല. I'm sorry. Yeah, it's okay. Then you can select anything you like. അതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നൊരു മീനിങ് ആണ്. Then I feel excited. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നു. എക്സൈറ്റഡ് അറിയാലോ, ആകാംക്ഷ, ആവേശം എന്നൊക്കെ പറയാം. Okay. Then observe what's going on here. Observe what's going on here. Observe ചെയ്യുക എന്ന് പറയുമ്പോ എന്താണ്? നിരീക്ഷിക്കുക അല്ലെ. ഇവിടെ നടക്കുന്നത് എന്താണ് നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. Observe what's going on here. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിരീക്ഷിക്കുക. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയത്തില്ലയോ? അതും പറയാം, കുഴപ്പമില്ല. Okay. Then arrange it the day after tomorrow. Arrange it the day after tomorrow. ഇത് മറ്റന്നാളേക്ക് അറേഞ്ച് ചെയ്യുക. മറ്റന്നാൾ എന്ന് പറയുമ്പോൾ the day after tomorrow ആണ്. Arrange it the day after tomorrow. മറ്റന്നാളത്തേക്ക് അറേഞ്ച് ചെയ്യുക. ഇത് അറേഞ്ച് ചെയ്യുക. Okay. It's warm here. It's warm here. ഇവിടെ ചൂടാണ്. ഇവിടെ ചൂടാണ്. It's warm here. Don't pass any comment. Don't pass any comment. ഒരു അഭിപ്രായവും പറയരുത്. ഒരു അഭിപ്രായവും പറയരുത്. Don't pass any comment. Is it essential? ഇത് അത്യാവശ്യമാണോ? Is it essential? Yes, അത്യാവശ്യമാണോ? So that's all. Complete our daily sentence. Today's daily sentence completed. Okay. Then you can read it loudly. Okay. Loudly. Correct pronunciation. The moderation. Okay. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വായിക്കുക എല്ലാവരും. മലയാളം മീനിങ് പറയുന്നെങ്കിൽ കൂടെ പറയാം, അഥവാ പറയുന്നില്ല എങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവരുടെ നല്ലൊരു മോഡുലേഷൻ, ടോൺ, പ്രൊണൗൺസിയേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് വായിക്കാം. ഓക്കെ, റെഡി? എല്ലാവരും ചെയ്യണം. ഓക്കെ അല്ലേ? Yes. Who is going to read first? Who? Are you? Yes, Tahira, read it. Okay. In a way, you are right. ഒരു തരത്തിൽ നീ പറയുന്നത് ശരിയാണ്. എനിവേ ലെറ്റ്സ് ട്രൈ യുവർ ബെസ്റ്റ്. എന്തായാലും കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. കം വാട്ട് മേ ലെറ്റ്സ് ഗോ.
വരുന്നത് വരട്ടെ, നമുക്ക് പോകാം. ഐ എം അഫ്രൈഡ് വി ആർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവിടെ എന്താ നടന്നോണ്ടിരിക്കുന്നത് മാഡം ഒന്ന് പറഞ്ഞു തരുമോ? മാഡം എഴുതി തന്നത് വായിക്കുന്നു. ഓക്കെ ഓക്കെ. താങ്കൾ ആ മീനിങ് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പറഞ്ഞില്ലേ കുഴപ്പമില്ല. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഇംഗ്ലീഷ് മാത്രം ഒന്ന് പറയും. ഓക്കെ. ബി പ്രാക്ടിക്കൽ, ബി സെൻസിബിൾ, ബി റീസണബിൾ, ബി ഓപ്റ്റിമിസ്റ്റിക്, ബി കോൺഫിഡന്റ്, ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്, don't be cheap, don't be greedy, please keep me informed, don't misunderstand me, you are mistaken, it's none of your business, mind your own business, don't interfere in my personal matters, mind your words, cool down please, take time, don't lose your heart, not up to my expectation, not up to the mark, don't feel bad about me, don't exaggerate. And the ma'am, no, don't exaggerate. Don't exaggerate. പെരുപ്പിച്ച് പറയരുത്. Exaggerated. Yeah, exaggerate. എക്സാഗറേറ്റ് എന്നല്ലേ മാഡം പറയുന്നത്? Yeah, exaggerate ആണ്. Okay. Exaggerate. Don't exaggerate. I suppose it could rain. Don't do your part. What do you prefer? I'm not particular about it. That's a pleasant surprise. I'm known. I'm not. Yeah. I'm not ആണ്. Not ആണ്. Spelling mistake ആണ്. I'm not. Okay. Typing mistake ആണത്. ഞാൻ പറഞ്ഞു നോക്കട്ടെ. I'm not particular about it. That's a pleasant surprise. It's my pleasure. I'm pleased with it. You can select anywhere. You can select anything you like. Tahira, please no. Pleased. I'm pleased with it. Pleased, not pleased. I'm pleased with it. ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്ന ആരാ മാഡം? I'm pleased with it. അല്ല, ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്ന ആരാ? താഹിറ. അയാമെന്നും അല്ല പറയത്തില്ലല്ലോ, ആമെന്നല്ലേ മാഡം പറയത്തുള്ളു. ഞാൻ ശരിയാക്കി കൊടുത്ത കേട്ടോ, അല്ലാതെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞല്ല. Okay, thank you. It's my pleasure. I'm pleased with it. You can select anything you like. I feel excited. Observe what's going on here. Observe what's going on here. Observe what's going on here. Arrange it the day after tomorrow. It's warm here. Don't pass any comment. Is it essential? Yes. Okay. So, കുറച്ച് ഒരു 4 ഡേയ്സ് സെൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേൾക്കി എഴുതാം. Stop kissing me. Stop kissing me. You seem down today. Let go of me. Come quickly. Okay. എഴുതിട്ടോ. Stop kissing me. You seem down today. Let go of me. Come quickly. Let go of me. Okay. എഴുതി കഴിഞ്ഞെങ്കിൽ പറയുക. ഞാൻ മലയാളം പറയാം. സ്റ്റോപ്പ് ക്യൂസിങ് മീ എന്ന് പറയുന്നത് മതി എന്നോട് ചോദിച്ചത്. ഓക്കെ, മതി എന്നോട് ചോദിച്ചത്. എന്നോട് ചോദിച്ചത് മതി. സ്റ്റോപ്പ് ക്യൂസിങ് മീ എന്നോട് ചോദിച്ചത് മതി. മതി എന്നോട് ചോദിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള എഴുതാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം മീനിങ് എഴുതേണ്ടത്. ഓക്കെ. Then you seem down today. ഇന്ന് കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു. ഡൗൺ ഉഷാറില്ലല്ലോ എനിക്ക്, അല്ലെ? നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ ആക്റ്റീവ് അല്ലല്ലോ, നിങ്ങൾക്ക് ഉഷാറില്ലല്ലോ എന്നൊക്കെ പറയില്ലേ? You seem down today. ഇതാണ് you seem down today. നിങ്ങൾക്ക് കണ്ടിട്ട് ഉഷാറില്ലെന്ന് തോന്നുന്നു.
ഇങ്ങനെയാണ് you seem down today. Let go of me. എന്നെ വിടൂ. എന്നെ വിടൂ. Let go of me. എന്നെ വിട്. എന്നെ വിട്ടേക്ക് എന്നൊക്കെ പറയും നമ്മൾ. എന്നെ വിട്ടേക്ക്. Let go of me. എന്നെ വിട്ടേക്ക്. മീനിങ് അങ്ങനെയാണ്. Let go of me. Come quickly. പെട്ടെന്ന് വരൂ. Come quickly. പെട്ടെന്ന് വരൂ. ടീച്ചറെ ടോപ്പിക് ഒന്നും കൂടെ പറയോ വേർഡ്സുകള് ഒന്നുകൂടെ പറയാനോ? നടപടി ചെയ്തിട്ടില്ലേ ഇതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാണില്ലേ വേർഡ്സുകള് ടീച്ചർ പറഞ്ഞപ്പ ടൈപ്പ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഞാൻ സെൻഡ് ചെയ്യാം. അല്ലാതെ പറയല് നടക്കില്ല, ഒരുപാടുണ്ട്. അതെനിക്ക് പറഞ്ഞത് എന്തോ Yes, I'm here. Tom, how Excuse is me. your job? Hmm. Tom, how's your job? ജോബോ? ഇന്നത്തോടെ നിർത്തിയത്. അതെന്തേ? എന്റെ നല്ല സ്വഭാവമായോണ്ട് നാളെ തൊട്ട് ഞാൻ പോകുന്നില്ല. അവര് നിർത്തിയതാണോ നീ നിർത്തിയതാണോ? ഞാൻ നിർത്തിയതാ. നീ എവിടേക്ക് പോണു? ഭയങ്കര പാടാണോ? പാടോ? നമുക്ക് ജോബ് വല്ലതും തന്നല്ലേ നമ്മളെ ജോബ് ചെയ്യാൻ പറ്റൂ. പിന്നെ എക്സാം ഒക്കെ ഇല്ലയോ? ലോങ് ലീവ് എടുത്തയാ. ഓ അങ്ങനെ. ഇനി കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നാ മതി, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം തൊട്ട്, അതായത് ഏപ്രിൽ കഴിഞ്ഞിട്ട്. ശരി. ഇപ്പൊ അവിടെ ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു ഡോക്ടറിന്റെ എന്തോ ഇഷ്യൂ നടന്നു. അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. 2 തവണ പോലീസൊക്കെ വന്നു. എങ്ങനെ ജോബ് എങ്ങനെ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ജോബായിട്ടൊന്നും തരൂല്ല. അറൌണ്ട് 2 months we were still വെറുതെ നിക്കുക. സ്റ്റിൽ സ്റ്റാൻഡ് ലൈക്ക് എന്താ ഒരു ഇതുപോലെ നിക്കണം, പ്രതിമ പോലെ നിക്കണം. ശരി. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും അതിൽ തൊടല് ഇതിൽ തൊടല് ഒന്നും ചെയ്യല്. ആരാണ് പ്രതിമ പോലെ നിൽക്കുന്നത്? നീയാ? എല്ലാം എന്താണ്? കണ്ടുപിടിക്കേ? അല്ല നീയാണോ പ്രതിമ പോലെ നിൽക്കുന്നത്? ഞാനതല്ലേ, ഞാൻ പ്രതിമ പോലെ നിക്കൂലല്ലോ. ദാറ്റ്സ് വാസ് ദ മെയിൻ പ്രോബ്ലം. ഞാൻ അതിൽ തൊടാൻ പോകും, ഞാൻ സ്ട്രെച്ചർ എടുക്കാൻ പോകും, വീൽ ചെയർ എടുക്കാൻ പോകും. നമുക്ക് അതൊന്നും ചെയ്യാൻ ഉള്ള റൈറ്റ്സ് ഇല്ലെന്നാണ് they were telling. നെക്സ്റ്റ് മന്ത് തൊട്ട് എന്താ പറഞ്ഞത്? ജോബിനായിട്ട് വരാൻ പറഞ്ഞോ? അല്ലെങ്കിൽ വീണ്ടും ഇന്റേൺഷിപ്പ് തന്നെയാണോ? നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ആയിട്ട് നമ്മൾ എന്തിനെങ്കിലും ഇൻവോൾവ് ചെയ്താലേ, നമുക്ക് എന്തെങ്കിലും തന്നാലേ നമ്മളത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നും ചെയ്യിപ്പിക്കില്ല. But they didn't give anything to prove myself, my caliber. ചെയ്തു കഴിഞ്ഞാല് പറയും don't interfere in that. അങ്ങനെയൊക്കെ ഭയങ്കര കുഴപ്പമാണ്. അത് മാത്രമല്ല, ഏതോ ഒരു പേഷ്യന്റ് മരിച്ചുപോയി, മരുന്ന് മാറി കുത്തിവെക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ലോങ് ലീവ് അങ്ങ് എടുത്തു. പിന്നെന്ത് ചെയ്യാ? നാളെ ഇനി പോണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച കൊണ്ട് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു, നോക്കട്ടെന്ന് വെച്ചാ. അതിനൊന്നും കുഴപ്പമില്ല. അത് ഈ 2 മന്തെങ്കിലും ഇന്റേൺഷിപ്പ് പോകണ്ടേ? 3 months കിട്ടുമെന്ന് നോക്കുകയെന്ന് ഇന്ത്യയായിരുന്നു. അവിടെ ഇപ്പൊ 3 ആഴ്ച ആയപ്പോഴേ 2 ആഴ്ച കൊണ്ടേ വേണം. പ്രോബ്ലം ആണ്, ഹെവി ഇഷ്യൂസ്. ഞാൻ ചെന്നപ്പോഴേ ഒരു ഡോക്ടർ പോയി.
ടീച്ചറെ ഒന്ന് നിർത്താൻ പറ അവരോട്, ക്ലാസ് തുടങ്ങട്ടെ. യെസ് മാഡം, പ്ലീസ് കണ്ടിന്യൂ. ആ ഞാനല്ലല്ലോ, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ അലവ് ചെയ്തത് കേട്ടോ. കുഴപ്പമില്ല. ഞാൻ ജോബിനെ കുറിച്ച് ചോദിച്ചതല്ലേ മാം. അതുകൊണ്ടാണ് ഞാൻ ടൈം തന്നത് എനിക്ക് അറിയട്ടെ എന്ന് വിചാരിച്ചത്. ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെയാണ് നമ്മൾ വിടുന്നത്. പക്ഷെ നമ്മൾ ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യിപ്പിക്കത്തില്ല. ഓക്കെ ടോം. യാ ഓഫ് കോഴ്സ് ഐ വിൽ. യെസ്, ബാക്കി നിങ്ങൾ ഗ്രൂപ്പിൽ സംസാരിക്കും കേട്ടോ. നമ്മുടെ ടൈം വെറുതെ പോകും. ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ, ക്ലാസ് എടുക്കണ്ടേ? Of course. Please continue. I'm sorry. സോ നെക്സ്റ്റ് ഇനി ആരാ വായിക്കാം? സെന്റൻസ് ഒന്ന് വായിക്കൂ. നെക്സ്റ്റ് ആരാ? ഹൂസ് നെക്സ്റ്റ്? ഷൈനി. യെസ് മാം. ആരാ വിളിക്കട്ടെ? ആരാണ്? ഷൈനി ആണോ? റെസ്പോണ്ട് ചെയ്താരാ? കുറെ നാളായി ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട്. ഞാൻ ഇന്ന് വായിച്ചാലോ? നോട്ട് കംപ്ലീറ്റ് ആണോ ടോം? എന്ത് വേണം? ടോം എന്താ ചോദിച്ചേ? മേഡം, ഞാൻ കുറെ നാളായി ക്ലാസ്സിൽ കയറിയിട്ട് ഇന്ന് ഞാൻ ഒന്ന് വായിച്ചാലോ എന്ന് ചോദിച്ചാണ്. നോട്ട് ഫുൾ എഴുതിയിട്ടുണ്ടോ? നോട്ട് കംപ്ലീറ്റ് ആണോ എന്ന് ഞാനും ചോദിച്ചേ. നോ 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 നോ. പിന്നെ എങ്ങനെയാ വായിക്കാം? മേഡം എഴുതിയേക്കുന്ന ഞാൻ വായിച്ചാ പോരെ? വേറെ എഴുതിക്കോ? നോ. ഓക്കെ, നിങ്ങൾക്ക് വായിക്കട്ടെ കേട്ടോ. വായിക്കുമ്പോൾ ടോം വേണമെങ്കിൽ എഴുതിയെടുക്കൂ. നോട്ട്സ് കംപ്ലീറ്റ് ആവാനോ? എഴുതാനാണെങ്കിൽ ഇപ്പം എഴുതാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാൻ, അതാണ്. ഓക്കെ, ക്ലാസ് കാണാം. അത്യാവശ്യം ഡെയിലി സെൻസ് പറഞ്ഞു പോയി, ഒരുപാട് പറഞ്ഞു കേട്ടോ. മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് എഴുതിക്കാൻ നോക്കൂ കേട്ടോ. ഓക്കെ, ഷംസിയ വായിക്കൂ. Yes ma'am. Yes ma'am. In a way you are right. Anyway, let's try our best. Come what may, let's go. I'm afraid we are late. Be practical, be sensible, be reasonable, be optimistic, be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. Don't misunderstand me. You are mistaken. It's none of your business. Mind your business. Mind your own business. Don't interfere in my personal matters. Mind your words. Cool down, please. Take time. Don't lose your heart. Not up to my expectation. Not up to me. Not up to the mark. Don't feel bad about me. Don't exaggerate. I suppose it could rain. What do you prefer? I'm not particular about it. That's a pleasant surprise. It's my pleasure. I am pleased with it. You can select anything you like. I feel excited. Observe what's going on here. Arrange it the day after tomorrow. It's warm here. Don't pass any comments. Is it essential? Stop accusing me. You seem down today. Let go of me. Come quickly. Wow. Yeah. Okay, Shamsiya. Then Niara, Shiny. Shiny undo? Yes. Yes, ma'am. ഇപ്പൊ എഴുതിയതല്ലേ വായിക്കാൻ പറഞ്ഞ? In way you are right. Anyway, let's try our best. Come what may, let's go. I'm afraid we are late. Be practical, be sensible, be reasonable, be optimistic. Be confident. Don't be disappearant. Don't be cheap. Don't be greedy. അത് പറഞ്ഞല്ലോ. Disappeared. Disappointed. Okay. Don't be cheap. Don't be
greedy. Please keep me informed. Don't misunderstand me. You are mistaken. I- It's Yes. done or your business. Mind your own business. Don't interfere in my personal matters. Mind your words. Cool down, please. Take time. Take time. Don't lose your heart. Not up to me. Expectations. Expectation. ഹലോ മിസ് ഞാൻ Yeah, കുറച്ച് thank you, Cindy. Yeah, it's okay. Shiny. Okay, can go on. Yeah, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ ടോം മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമോ കേട്ടോ? ഇനി തൊട്ട് മാക്സിമം ജോയിൻ ചെയ്തോളാം കാണാം, കുഴപ്പമില്ല. കാരണം നോട്ട്സ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അത് മാക്സിമം നോട്ട്സിൽ ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? Okay, so let's find out this class. Okay, thank you all. See you on the next class. Okay, bye. താങ്ക് യു. Thank you, ma'am. Bye.